സുധീരന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നു. സർക്കാർ വീണാലും മാണി രാജിവെച്ചേ പറ്റൂ എന്ന് VM സുധീരൻ. സുധീരന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിച്ചു. എന്നാൽ മാണിയുടെ രാജിയിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് സുധീരൻ. മാണിയുടെ രാജി സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു സുധീരൻ. രാജിവെച്ചില്ലെങ്കിൽ പരസ്യ നിലപാടെടുക്കുമെന്ന് KPCC വ്യക്തമാക്കി. ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. വെയിറ്റ് ആൻഡ് സീ. രാജിവെക്കില്ലേ മാണി? എല്ലാം കാത്തിരുന്ന് കാണുക. എല്ലാം കാത്തിരുന്ന് കാണുക. മാണിയുടെ രാജിക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. UDFിലെ ഘടക കക്ഷികളുമായിട്ട് എല്ലാം ചർച്ചകൾ നടത്തുകയുണ്ടായി. ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോഴൊരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരുമായി ചർച്ച തുടരുകയാണ്. നമുക്ക് തീരുമാനം എന്താണെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. റഹീം, ഇവിടെ എന്തായാലും പല സമരങ്ങൾ പോലും ഞാൻ സൂചിപ്പിക്കുന്നത് പല സമരഗതികൾ പോലും ഈ വിഷയത്തിൽ സോളാർ സമരമായെടുത്താലും പല സമരങ്ങൾ പോലും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പക്ഷേ പല വിമർശനങ്ങൾ പ്രതിപക്ഷ സമരങ്ങൾ നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി. ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ഈ പറയുന്ന KM മാണിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലും വർദ്ധിത വീര്യത്തോടുകൂടി ഒരു പക്ഷേ മുന്നോട്ട് വന്നത് കേരളം കണ്ട വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷ സമരത്തിൽ നിന്നും ആ സമരം ഉണ്ടത്തിൽ നിന്നും അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ അതൊക്കെ ഒരു പക്ഷേ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ആയിരുന്നില്ലേ? ഇതൊക്കെയാണോ ഈ ഒരു ഘട്ടത്തിലേക്കെങ്കിലും ഇവിടെയെങ്കിലും KM മാണിയെ പോലും എത്തിക്കാൻ ചെറിയ അർത്ഥത്തിലെങ്കിലും പ്രേരകമായത്? അല്ല, ഇതിനകത്ത് പ്രജീഷ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ബാർക്കോഴ വിവാദം വന്ന സന്ദർഭം മുതൽ തന്നെ ശക്തമായ വളരെ വ്യക്തതയുള്ള നിലപാടുകളാണ് എടുത്തത്. അതുമാത്രമല്ല, ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇടയ്ക്ക് പല വിമർശകരും പറഞ്ഞിരുന്നല്ലോ നമ്മുടെ സമരവുമായി എല്ലാം ബന്ധപ്പെട്ട്. അപ്പോൾ നോക്കൂ, നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ന് വളരെ കൃത്യമായി പറഞ്ഞു, രാഷ്ട്രീയമായും നിയമപരവുമായിട്ടുള്ള പോരാട്ടം ഒരേ സമയം തന്നെ തുടരുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയതായിരുന്നു. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പോൾ, അതിനുമുമ്പ് വിജിലൻസ് കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വിജയമാണ്, അതായത് ജനങ്ങളുടെ വിജയമാണ്. അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് വന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ മാണി എന്നതിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ വരേണ്ടത്. അതല്ല, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ എന്തോ വലിയ ആനുകൂല്യത്തിന് വേണ്ടി ഇന്നലെ രാത്രി മാണിയുടെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒക്കെ കേരളം കേട്ടത് മണിക്കൂറുകൾക്കകം രാജി ഉണ്ടാകും, എപ്പോഴാണ് രാജി എന്നത് സംബന്ധിച്ച് മാത്രമായിരുന്നു. പക്ഷേ രാവിലെ മലയാളികൾ കേട്ടത് പിന്നെ PC ജോർജിൻ്റെ രാജിയാണ്. മാണി ഇപ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റി തുടരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ ഈ പൊറാട്ട് നാടകങ്ങൾ കളിക്കുന്നതിനെയും മാത്രമല്ല റഹീം, കഴിഞ്ഞ ദിവസത്തെ പീപ്പിൾ TVയുടെ ചർച്ചയിൽ പീപ്പിൾ ഇലക്ഷനോട് അനുബന്ധിച്ച് നടത്തിയ പഞ്ചായത്ത് വാരം എന്ന പരിപാടിയിൽ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിനോട് ബിജു രമേശ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം 25 കോടിയോളം രൂപയാണ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മദ്യവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിലേക്ക് പിരിച്ചു നൽകിയത്. അവിടെ അതിൽ 1 കോടിയാണ് ഒരു പക്ഷേ KM മാണിയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. 5 കോടിയുടെ കണക്കുകളൊക്കെ തന്നെ പറയപ്പെടുന്ന സാഹചര്യങ്ങൾ. ബാക്കിയുള്ള കൈകളിലേക്കടക്കം ചെന്നതിൻ്റെ കണക്കുകൾ നിലനിൽക്കുകയാണ് പ്രത്യക്ഷത്തിൽ. അവിടെ ഒന്നിലേറെ മന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. ബാബുവുണ്ട്, ശിവകുമാറുണ്ട്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചെന്നിത്തലയുടെ പേര് പോലും പറഞ്ഞു കേട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നുന്നു. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതാണോ? മാത്രവുമല്ല, ഇവിടെ അന്വേഷണത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം, ലീഗ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ET മുഹമ്മദ് ബഷീർ, എന്താണ് ഇത്രത്തോളം സമയം ഇങ്ങനെ താമസിച്ച് ഇങ്ങനെ നീണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഇന്നൊരു നിലപാടിലേക്ക് KM മാണി എത്തുമെന്നൊക്കെ പലരും സൂചിപ്പിച്ചിരുന്നു. കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ലീഗ് എന്തായാലും വലിയ അർത്ഥത്തിൽ മുന്നറിയിപ്പ് എന്ന വണ്ണം എന്തായാലും ഇക്കാര്യത്തിൽ രാജിവെക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങളിലൂടെ അടക്കം വരുന്ന വാർത്തകൾ. അത് വിശ്വസിക്കാമോ? ഇല്ല, അതായത് അങ്ങനെയൊന്നും കൃത്യമായിട്ടൊരു നിലപാട്, കാരണം ഓരോ പാർട്ടികളോടും നിലപാട് പറയാനൊന്നും പറഞ്ഞിട്ട് ആ ഘട്ടത്തിൽ എത്തിയില്ലല്ലോ. ഇതിലിപ്പോ കേരള കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ കൂടിയിരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അതാണ് അതിന്റെ യഥാർത്ഥ സ്റ്റേജ്. കേരള കോൺഗ്രസിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളും ഇവിടെ അവൈലബിൾ ആണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം UDFന്റെ കക്ഷികൾ ഒരുമിച്ചിരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ. ആ പ്രതീക്ഷയായിട്ടാണ്
ഇപ്പോൾ ഉള്ളത്. അതിലപ്പുറം പിന്നെ ഒന്നും കൃത്യമായിട്ട് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വേറെ സംഗതികളിൽ. ഞാൻ ചോദിച്ചത് ഈ ചർച്ചയിൽ എന്തായാലും വാസുദേവ അടക്കമുള്ള ഒട്ടേറെ വിശകലന വിദഗ്ധരടക്കമുണ്ട്. ശ്രീ ബഷീർ, ഇവിടെ ഒരു കാര്യം, താങ്കളെ പോലെയുള്ള ധാർമ്മികതയുടെ അംശങ്ങളൊക്കെ തന്നെ നിലനിർത്തുന്ന നേതാക്കളാണ്. കാരണം ഞാൻ കേരളമൊക്കെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ ആ അർത്ഥത്തിലാണ് താങ്കളെയും കാണുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നിലപാട് വേണമല്ലോ. ആ നിലപാടിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് വരാൻ ഒരുപക്ഷെ സമയം എടുക്കുമെങ്കിലും സാങ്കല്പികമല്ല എന്റെ ചോദ്യം. കാരണം തുടരുന്നത് ശരിയാണോ കെ എം മാണി? അല്ല, ഇങ്ങനെ ഈ ഒരു എന്താ പറയുക അനിശ്ചിതാവസ്ഥ ഇങ്ങനെ തുടരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു എന്താ വെച്ചാൽ നിങ്ങളോട് ഇപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മൾ കൂടിയിരുന്ന് ഒരു പൊതു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മൾ തങ്ങളടക്കമുള്ള ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാളെ ഞങ്ങളെ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഔട്ട്കം നോക്കിയിട്ട് അത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ടൊരു നിലപാട് പറയാൻ ഒക്കെയുള്ളൂ. കൂടിയിരുന്നതിന് ശേഷം, കാരണം രാവിലെ നമ്മൾ കൂടിയിരിക്കണം വിചാരിച്ചു. അങ്ങനെ ഞങ്ങളും കോൺഗ്രസുമായിട്ടൊരു ഡിസ്കഷൻ നടത്തി. അപ്പോൾ ഇത് ഇവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൂടിയിരിക്കാന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അതാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു നിലപാട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇല്ലാതെ നിൽക്കുകയാണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അതായത് UDF യോഗം പോലും ചേരാൻ കഴിയാത്ത വണ്ണം കാര്യങ്ങൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ UDF യോഗം രാവിലെ വിളിച്ചതിനോട് സൈമൾട്ടേനിയസ്ലി ഇവര് യോഗം വിളിച്ചിരുന്നു. കേരള കോൺഗ്രസ് യോഗം വിളിച്ചുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് അവരും കൂടിയായിട്ട് ഇരിക്കണമല്ലോ, എന്നാലല്ലേ ഇതിൽ ഒരു ഉരുത്തിരിച്ചിൽ വരുള്ളൂ. അപ്പൊ അത് നടക്കാത്തതുകൊണ്ടാണ് ഈ യോഗം ഇതാവാതിരുന്നത്. അതിന്റെ അർത്ഥം യോഗം ബ്രേക്കായി പോയി എന്നല്ല. അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അതും കൂടി ഒരു റിസൾട്ടും കൂടി ആയിട്ട് അവർ വരട്ടെ, എന്നിട്ടല്ലേ പിന്നെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ പോയിന്റ് വരുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങ് കുറച്ച് സമയം കൂടി ചെലവഴിക്കണം. അതായത് ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. കാരണം കെ എം മാണിയും അല്ലെങ്കിൽ ഇന്ന് ഉണ്ണിയാടനടക്കം മുന്നോട്ട് വെച്ചിരുന്ന ചില സാങ്കേതികത്വങ്ങൾ പറയുന്നു. ഒന്ന്, കോടതി വിധിയുടെ സാങ്കേതികത്വം. കോടതി വിധിയിൽ പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടോ? അങ്ങനെയല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, അതിന്റെ ഒരു ലീഗൽ വശമല്ല നമ്മൾ ഡിസ്കസ്. ആ ലീഗൽ വശത്തില് അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും, വേറെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ധാർമ്മികത ഇതിൽ അതെന്താണെന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. അതിലിപ്പോ പിന്നെ എന്താണ്, നമുക്ക് കൂടിയിരുന്ന് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിലൊരു തീരുമാനം എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു തീരുമാനം വരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തെങ്കിലും കയറി പറഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷന് കൂടുതൽ ടൈറ്റ് ആവുന്ന സ്ഥിതിയിലേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ, അത് വ്യക്തമാണ്. ഞാൻ രണ്ടാമത്തെ ഒരു സാങ്കേതികത്വത്തിലേക്ക് ഞാൻ വരാം. കാരണം താങ്കൾ പറഞ്ഞല്ലോ ഈ ധാർമ്മികതയുടെ അംശം താങ്കൾ ചർച്ച ചെയ്തു. ലീഗിന്റെ പല മന്ത്രിമാരും പല ഘട്ടത്തിൽ, അത് ഞാൻ പറയുന്നില്ല, ഉദാഹരണത്തിലേക്കോ അതിന്റെ സങ്കീർണതയിലേക്ക് പോകുന്നില്ല, പലരും പല ഘടകങ്ങളിലും കോടതിയുടെ പരാമർശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ സമാന സാഹചര്യങ്ങളിൽ പെട്ടപ്പോൾ ധാർമ്മികതയുടെ ചർച്ചകൾക്കൊന്നും ഇത്രയും നേരമൊന്നും എടുത്തിട്ടില്ല. ഒന്ന്, ഈ പറയുന്ന ഉണ്ണിയാടനക്കം പറയുന്ന ഈ അന്നൊന്നും ചെയ്തിട്ടില്ല പലരും എന്ന് പറയുന്നതും യുക്തിഭദ്രമാണ്. അല്ല, അതല്ല, ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ കേസിനും ഓരോന്നിന്റെ മെറിറ്റ് വെച്ചിട്ടേ നോക്കാൻ നോക്കൂ. അത് നോക്കുന്ന സമയത്ത് എല്ലാറ്റിനോടും നമുക്ക് എന്താ പറയാ, ഓരോ കേസിന്റെ പ്രത്യേക സ്വഭാവം എടുത്ത് നോക്കിയിട്ടല്ലാതെ അത് പറയാൻ നോക്കില്ല. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, നിങ്ങളും ഒരു വാർത്താ ചാനലുകളും മുഴുവനിലയിൽ നിൽക്കേണ്ടി വരില്ല. ഒരു തീരുമാനം നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഔട്ട്കം ഉണ്ടാവുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെല്ലാം ഉള്ളത്. കഴിഞ്ഞ ശേഷം വൈകുന്നേരങ്ങൾ വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമായിരിക്കും. ഞങ്ങളും ഡിസ്കഷൻ ഉണ്ടാവുന്നുള്ള നിലയിൽ തന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഘടകകക്ഷികളും അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ഇതിലേക്ക് പോകാം. ശ്രീ ഇ ടി, ഒരു ശബ്ദശകലം താങ്കൾക്ക് ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഇ ടി, ഞാൻ അതിൻ്റെ ആ ഒരു സാങ്കേതിക അംശം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഇന്ന് ഉണ്ണിയാടനടക്കം മുന്നോട്ട് വയ്ക്കുന്ന ചില വാദഗതികൾ എടുത്ത് പരിശോധിച്ചാൽ പാമോയിലിൻ കേസ്
വന്നിട്ടുണ്ട്, ടൈറ്റാനിയം കേസ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഉമ്മൻചാണ്ടി എടുത്ത സമീപനം, അവിടെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പരാമർശമുണ്ടായിട്ടുണ്ട്, അവിടെ രമേശ് സ്വീകരിച്ച സമീപനം, ഏറ്റവും ഒടുവിലായി ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിലേക്ക് കെ ബാബുവിലേക്ക് അടക്കം സമാനമായ സാഹചര്യങ്ങൾ വന്നിട്ടുകൂടി എന്തുകൊണ്ട് ആ ധാർമ്മികത, അവിടെയൊന്നും ഇല്ലാത്ത ധാർമ്മികത ലീഗിനെ പോലെയോ അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ ചിലരെങ്കിലും കോൺഗ്രസ് അടക്കം ധാർമ്മികത കേരള കോൺഗ്രസിലേക്ക് കെട്ടിവെക്കപ്പെടും? ഞങ്ങൾ കോൺഗ്രസ് ഒറ്റക്ക് എന്തെങ്കിലും സംസാരിച്ചതിന്റെ ഡീറ്റെയിൽ അറിയില്ല. നിങ്ങൾ കോൺഗ്രസ് ചോദിക്കും. ഞങ്ങള് കേരള കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു ധാർമ്മിക സംഗതി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന മാതിരി ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ സൈഡും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ സൈഡും പറഞ്ഞിട്ടില്ല. അത് ഇപ്പൊ അവരുടെ കൂടി ഒരു മറുപടി കിട്ടിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അതല്ല ഞങ്ങളിപ്പോ അവരോട് പറയുകയാണ് നിങ്ങളിപ്പോ തന്നെ ഇതിന്റെ ധാർമ്മിക ബാധ്യത ഏറ്റെടുത്ത് രാജിവെക്കണം, അതൊന്നും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതിൽ എന്താണ് അവസാനമായിട്ട് ലീഗ് കൃത്യമായിട്ട് ഇന്ന നിലപാടാണ് പറയേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ അവരോട് പറയാനൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ അവരോട് പറയാത്തത് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളോട് ഒരു മറുപടി എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, സത്യസന്ധമായിരിക്കണമല്ലോ. ഞങ്ങളെ കൊണ്ട് ഇന്ന ഒരു നിലപാടാണ് ലീഗിന് അവസാനമായിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയും, ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അതിനു വേണ്ടി. യെസ്, ഇവിടെ ഇക്കാര്യത്തിൽ കാരണം മന്ത്രിസഭയെ പോലും വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ശ്രീ ഇ ടി? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും മീഡിയ കാര്യങ്ങൾ, രാജ്യത്തെ ചർച്ച ഇതെല്ലാം വന്നിട്ട് ഇത് അങ്ങനെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഭയപ്പാടുണ്ടോ അക്കാര്യത്തിൽ ഇ ടിക്ക് പോലും ഭയപ്പാടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കേരളത്തിൽ വന്നിട്ട് എൻലെസ് ആയിട്ട് ഇങ്ങനെ പോവാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് അതിലെല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയപ്പാടിന്റെ ആനുകൂല്യം കെ എം മാണി നേടുന്നുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹത്തിനുണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. ഈ ഇഷ്യൂവിൽ കൃത്യമായിട്ട് ഒരു നെല്ലും പതിരും എങ്ങനെ തിരിക്കുക എന്നുള്ളതിനെ പറ്റി, അവസാനമായിട്ട് എങ്ങനെയാണ് ഒരു എവിടെ കൊണ്ട് ചെന്ന് കെട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് ഒരു എന്താ പറയുക ആങ്സൈറ്റി ഉണ്ടാവില്ലേ? എവിടെയെങ്കിലും ഇതൊന്നും ചെയ്യണമെന്ന് അവർ വിചാരിക്കാതിരിക്കുമോ? ഇതിങ്ങനെ ചർച്ച ചെയ്യണം, അതൊന്നും ആരും ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോട്ടെ എന്ന് അതിലൊന്നും ആരും അങ്ങനെ വിചാരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇ ടി അവിടെ അത്തരം സാഹചര്യങ്ങളെ പോലും നേരിടാമെന്ന മനധൈര്യത്തോടു കൂടിയാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. സർക്കാർ വീണാലും കുഴപ്പമില്ല, പക്ഷേ മാണിയുടെ രാജി. അല്ല, അതിപ്പോ നമുക്ക് അവരെന്താണ് അന്തിമമായിട്ട്, അതായപ്പോ അവരുടെ ഡിസ്കഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട്. അവരിതുവരെ ഔദ്യോഗികമായിട്ട് ഇന്ന നിലപാടാണ് അവർ പറഞ്ഞാൽ, ഇനി അവര് നിങ്ങളോട് മീഡിയനോട് എന്തെങ്കിലും നിലപാട് പറഞ്ഞാൽ തന്നെ അത് അവര് UDF കൺവേ ചെയ്യണമല്ലോ. അത് UDF അവർ കൺവേ ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്താണ് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ സംശയം ഉയരുന്നത് ശ്രീ ഇ ടി ഇക്കാര്യത്തിൽ, കാരണം ഹൈക്കോടതിയുടെ പരാമർശം വന്നിട്ട് കൂടി ഒരു നിലപാട് പരസ്യമായി പറയാൻ ലീഗിന് പോലും തയ്യാറാകുന്നില്ല. വലിയ ഗുരുതരമായ ഒരു ആശ്ചര്യവും വൈഷമ്യത്തോടു കൂടിയാണ് നിലപാടിനെ കാണേണ്ടി വരുന്നത്. അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു ടൈമിംഗ് ഉണ്ട്. പറയേണ്ടത് ആ കൃത്യസമയത്ത് പറയാന്നല്ലാതെ നിങ്ങൾ അത് ഇന്ന ധൃതി പിടിച്ചൊരു അഭിപ്രായം പറയുന്നതും ആലോചിച്ചൊരു അഭിപ്രായം പറയുന്നതും ആയിട്ട് എപ്പോഴും നല്ലത് ആലോചിച്ച് പറയുന്നതാണ്. ആലോചിച്ച് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ഒറ്റയ്ക്കല്ല, എന്താണ് കേരള കോൺഗ്രസ് നടന്ന ചർച്ച അവർ പറയും, അതിനുശേഷം ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ച് പറയുന്നതിനെ വിലയുള്ളൂ. അതല്ല തൽക്കാലത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് കാര്യമില്ലല്ലോ, അതല്ലല്ലോ ഉദ്ദേശം. കാര്യങ്ങള് ഒരു പരിണാമം കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാതെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ദിശയിലല്ല അത് കൊള്ളുക. വേറെ മാത്രമല്ല ഇ ടി ഒരു കാര്യം കൂടി കാരണം നേരത്തെ ഇക്കാര്യത്തിൽ ഒരു രാജിയിലേക്ക് പോയിരുന്നുവെങ്കിൽ, കാരണം അന്ന് ഇന്നലെയൊക്കെ അജയ് തറയിലടക്കം സൂചിപ്പിച്ചതാണ്, നേരത്തെ അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ എല്ലാവരും വളഞ്ഞിട്ട് അവരെ ആക്രമിച്ചു. അന്നൊരു രാജിയിലേക്ക് ഫസ്റ്റ് ഒരു പരാമർശം വന്നപ്പോഴെങ്കിലും പോയിരുന്നെങ്കിൽ ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് തദ്ദേശ ഭരണത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ മെറിറ്റിലേക്ക് അല്ലെങ്കിൽ ഫലത്തിലേക്കടക്കം പോകുന്ന സാഹചര്യത്തിൽ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് ഒന്നും പോകില്ലായിരുന്നു. മാണി സാർ സ്വയം ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതായിരുന്നില്ലേ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒരു ജേർണലിസ്റ്റ്, നിങ്ങളൊക്കെ ഈ ജഡ്ജിമെന്റുകൾ സാഹചര്യങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അന്നൊരു ജഡ്ജിമെന്റ് ഉണ്ടായിരുന്നു, ഇന്നൊരു ജഡ്ജിമെന്റ് ഉണ്ട്. അന്നത്തെ ജഡ്ജിമെന്റ് നിങ്ങൾ ഫ്രഷ് ആൾക്കാരായിരിക്കും, ഇപ്പൊ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ഓരോ സിറ്റുവേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതതിന്റെ ഒരു സംഗതി. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ അറിയാം. അപ്പൊ അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ. അന്നത്തെ ജഡ്ജിമെന്റിൽ പറഞ്ഞ സംഗതികളിലെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഒക്കെ ഉണ്ട്.
അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നലെ കഴിഞ്ഞ അടുത്തൊന്നും ചെയ്തുകൂടെ അത് ചോദിക്കുന്ന അർത്ഥമില്ല. പക്ഷെ സമയോചിതമായി നിലപാട് അന്നേ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ ആ മുറിവ് ഇത്രത്തോളം വ്രണമാകില്ലായിരുന്നില്ലേ ശ്രീ ഇ.ടി.? അങ്ങനെ പറയാൻ ഒക്കില്ല. സിറ്റുവേഷൻ വാരീസ്. സിറ്റുവേഷൻ വാരി ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഒരു ശബ്ദശകലം താങ്കൾക്ക് ഞാൻ ദയവായി അങ്ങ് തുടരുന്നെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം പാമോയിൽ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ശ്രീ ഉമ്മൻചാണ്ടി മാണിയെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച ആ ഒരു വാക്കുകൾ എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് പ്രസക്തമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളാണ്. അതിലേക്കൊന്ന് പോകുന്നു. എൻ്റെ കേസ് എന്താ? പാമോയിൽ കേസ്. ഇത് സെയിം കേസാ. അന്ന് രാജിവെക്കണമെന്ന് ശക്തമായ ആവശ്യം വന്നില്ലേ? എനിക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ പിന്നെ എന്തുണ്ടായി? പാമോയിൽ കേസ് എന്തായിരുന്നു സ്ഥിതി? അത് അന്നും ഇതിനേക്കാൾ രൂക്ഷമായിട്ട് ചിലർ പറഞ്ഞില്ലേ? അപ്പൊ അന്ന് ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അപ്പം ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ശ്രീ ഇ.ടി. കേട്ട് കാണുമല്ലോ, വളം വെച്ചു കൊടുത്തത് മറ്റാരുമല്ല മുഖ്യമന്ത്രി തന്നെ. അല്ല, അതല്ലാന്നേ ഓരോ ഞാൻ പറഞ്ഞ കേസിന്റെ, ഞാൻ നിങ്ങളോട് പറയാം, കേസിന്റെ നിങ്ങൾക്ക് അഡ്വോക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ നോക്കൂല. ഇപ്പൊ ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. ആ ജഡ്ജ്മെന്റ് കൂടി എല്ലാം നോക്കി അത് എങ്ങനെയാണ് ജനങ്ങൾ റീഡ് ചെയ്യുന്നത് നോക്കി, എങ്ങനെയാണ് അതിന്റെ ലീഗൽ ഇഷ്യൂസ് നോക്കിയിട്ട് അതെല്ലാം വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം കൂട്ടി അതിന്റെ കൂടെ നമ്മുടെ ഒരു രാജ്യത്തെ സാഹചര്യം എല്ലാം കൂടി കണക്കിലെടുത്തിട്ട് ഒരു യുക്തമായ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടും എന്നാൽ സമൂഹത്തിന് പറ്റുന്ന വിധത്തിലൊരു പദ്ധതി കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് മുമ്പ് ഏതാനും മണിക്കൂറുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പ് മാത്രമല്ല ശ്രീ ഇ.ടി. രാഷ്ട്രീയമാണ്, ജനാധിപത്യ സംവിധാനമാണ്. കാരണം നിങ്ങളടക്കം ഒരുപക്ഷെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ നാളെയും ഇരിക്കേണ്ടവരാണ്. ഇതേ ഒരു സന്ദേശമാണ് നൽകുന്നതെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മറുവശത്തെ രാഷ്ട്രീയ കക്ഷികൾ സമാനഗതിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അല്ല, അതല്ല ഇത് എന്നൊക്കെ പറയുന്നത് നമ്മളെ എന്താണ് നാളെ ഇങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ സാങ്കല്പികമെന്ന് പറഞ്ഞൊഴിയാൻ കഴിയില്ല ശ്രീ. പ്രത്യേകിച്ച് ലീഗ് പോലെ എല്ലാവരും വലിയ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ, പാരമ്പര്യമുള്ളവർ, അങ്ങേ പ്രത്യേകിച്ച് താങ്കളെ പോലെയുള്ള ആളുകൾ അതിനെ സാങ്കല്പികമെന്ന് പറഞ്ഞ് ദയവായി കളയരുത്. അല്ല, അത് ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മൾ നോക്കാം. നിങ്ങളെ ഒരു വൈകുന്നേരം ഒന്നും കൂടി വിളിക്കുക. അപ്പൊ നമുക്ക് എല്ലാം ഒരു രൂപത്തിലായി വരും. താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, വളരെ നന്ദി ശ്രീ ഇ.ടി. ഞങ്ങളുടെ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. മറ്റൊരു വാചകം കൂടി ശ്രീ ബാസുരേന്ദ്ര ബാബു, കാരണം ആ ചോദ്യം ഒരു പക്ഷേ ഇ.ടി. വ്യക്തമാക്കുക അദ്ദേഹത്തിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഒരു വാചകം കൂടി നമുക്ക് മുഖ്യമന്ത്രിയുടെ സമാനഗതിയിലുള്ള ഒരു പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട്. കെ.പി. വിശ്വനാഥിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട ആ വാക്കുകളിലേക്ക്. ശ്രീ കെ.പി. വിശ്വനാഥനോട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു വളരെ വേദനയോട് കൂടി. അദ്ദേഹം 100% കുറ്റവിമുക്തനാക്കി. 10-12 കൊല്ലത്തിന് ശേഷം എനിക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് നീതി ചെയ്യാൻ പറ്റിയോ? എന്റെ മനസാക്ഷി എപ്പോഴും കുത്തുന്നൊരു പ്രശ്നമാണ്. ബാസുരേന്ദ്ര ബാബു സാറും സ്വന്തം കാര്യം ഉദാഹരിച്ചുകൊണ്ട് ഗതികേടെന്നൊരു പക്ഷേ പറയാവുന്ന തരത്തിലേക്ക് വന്നിട്ടുകൂടി അതിനെ തന്നെ ഗുണഫലമായ ആനുകൂല്യം ഉൾക്കൊള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വാചകങ്ങളെയും അന്നത്തെ സാഹചര്യങ്ങളെയും വളം വെച്ചു കൊടുത്തത് എന്തായാലും മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അത് ശബ്ദശകലങ്ങളിലൂടെയെങ്കിലും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് കൊണ്ട് ഞങ്ങളത് പ്ലേ ചെയ്തു. എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം ഞാൻ നേരിട്ട് അന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജി എന്ന് പറയുന്നത് അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെ വെച്ചല്ല തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷനും പറയുന്നില്ല ഒരു മന്ത്രിക്കെതിരെ ആരോപണം വന്നാൽ രാജിവെക്കണമെന്ന്. ഒരു കോൺസ്റ്റിറ്റ്യൂഷനും പറയുന്നില്ല. മറിച്ച് അങ്ങനെ രാജിവെക്കണം അത്തരം പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക്. കാരണം ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു കേസിൽ പെടുന്നതെന്ന് കരുതുക പ്രജീഷ്. അങ്ങനെ അയാൾക്കെതിരെ കേസ് വന്നു, കുറ്റപത്രത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം എടുക്കുന്നു. ആ സാഹചര്യത്തിൽ കേസിൻ്റെ ഒരു തീരുമാനം വരുന്നത് വരെ അയാളെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സസ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം അയാൾ പിന്നെ ആ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മാത്രമല്ല സാർ, കേരള കോൺഗ്രസിലെ ഒരു മന്ത്രി ഒരു ഭാര്യ എഴുതി കൊടുത്ത 4 വരി വാചകങ്ങളുടെ പേരിൽ രാജിവെപ്പിച്ച ചരിത്രമുണ്ട്. ഒട്ടേറെ ചരിത്രം. ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് അത് ബാധകമാണ്. എന്നാൽ മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്തത് കൊണ്ട് സർവീസ് റൂളുകൾ അവർ നയിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ധാർമ്മികതയുടെ പ്രശ്നം വരുന്നത്.
ഉദ്യോഗസ്ഥന്മാരുടെ ധാർമ്മികത സർവീസ് റൂളാണ്. മന്ത്രിയുടെ ധാർമ്മികത ഏത് റൂളാണ്? അത് അയാളുടെ മനസാക്ഷിയുള്ള റൂളാണ്. അത് ആണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ പറയുന്ന അക്യൂസിന് മനസാക്ഷി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ. ഇവിടെ മനസാക്ഷിയില്ലാത്ത കുറേ ആളുകൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഒന്ന് ഉമ്മൻചാണ്ടി, രണ്ട് ഈ KM മാണി, ഇവരൊക്കെ വന്നതിൻ്റെ ദുർഗതിയാണ് ഈ നാട് അനുഭവിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണ്, ഇപ്പോൾ കോടതി പറഞ്ഞ മനസാക്ഷി ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ രണ്ട് കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്. നമുക്ക് അറിയാമല്ലോ എന്തെല്ലാം നിലവാരത്തിൽ PC ജോർജ് പറയുന്നു അദ്ദേഹത്തിൻ്റെ രാജി അടുത്ത വ്യാഴാഴ്ച നൽകുന്നത്. അടുത്ത വ്യാഴാഴ്ച വരെ എന്താ ഇവിടെ രാഹുകാലമാണോ? ഇന്നങ്ങ് കൊടുത്താൽ പോരെ? എന്താ രാജി കൊടുക്കാത്തത്? അടുത്ത വ്യാഴാഴ്ചയുടെ പ്രത്യേകത പ്രതീക്ഷന് അറിയാമോ? 11, 12 തീയതികളിൽ KPCCയുടെ യോഗം നടക്കാൻ പോവുകയാണ്. 12-ാം തീയതി തീരുമാനം വരും. അതുവരെ രാജിക്കത്ത് പോക്കറ്റിലിട്ടാണെന്ന് ഈ വിദ്വാനത്ര നടന്നതാണ്. പോക്കറ്റിലിട്ട് ഒരു രാജിയും എവിടെയും കൊടുത്തില്ലല്ലോ. കള്ളത്തരത്തിനും വേണ്ട ഒരു അതിര്. എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ തനിക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാം, ഇത് മാത്രമാണ് പലരും ആലോചിക്കുന്നത്. ഒരു നിമിഷം പോലും, ഒരു മണിക്കൂർ പോലും ഒരു പക്ഷേ അധികാര കസേരയിൽ തുടരുക എന്നാ ഈ ഉമ്മൻചാണ്ടിയെ ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മൻചാണ്ടി ഇപ്പൊ ഇരുന്ന് സംസാരിച്ച ഉമ്മൻചാണ്ടിയെ പാമോലിൻ കേസിൽ രക്ഷിച്ചതാണ് ഈ പറയുന്ന മാനിയാണ്. PC ജോർജാണ് രക്ഷിച്ചുകൊണ്ട് പോയത്. അതിന് കൊടുത്ത പ്രതിഫലം എന്താണ്? അത് എന്താ നേരത്തെ ഉണ്ണിയാറിന് ഇപ്പൊ കിട്ടിയ പ്രതിഫലം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെപ്പും പന്തും കളിക്കാണല്ലോ. ഇവിടെ ET ബഷീറിന്റെ വാചകം ഞാൻ കേട്ടു. അദ്ദേഹം സംശുദ്ധനായ രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് ഇത്രയെങ്കിലും പ്രതികരിക്കാൻ ധൈര്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിനെ വിളിച്ച് ചോദിച്ചാൽ ഇത്രയും ആർജവം കാണിക്കില്ല പ്രതികരിക്കാൻ. എന്നിട്ടും അദ്ദേഹം താങ്ക്സ് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം കാണാമെന്നാണ് പറയുന്നത്. വൈകുന്നേരം വരെ കാത്തിരിക്കുന്നുണ്ട്. കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയെന്നാ? ഏറ്റവും അപഹാസ്യമാണ് ഈ അവസ്ഥ. കാത്തിരിക്കുന്നത് എന്താ? ഞാൻ കൃത്യമായിട്ട് ഷെഡ്യൂൾ പറയാം. ഇന്ന് രാവിലെ 8 മണിക്ക്, ഇന്നലെ പറഞ്ഞത് മാതിരിയാണെങ്കിൽ പത്രക്കാരോട് വിളിച്ചു പറഞ്ഞത് ഇന്ന് രാവിലെ 8 മണിക്ക് കേരള കോൺഗ്രസിൻ്റെ യോഗം, അതിന് 9 മണിക്ക് UDFിൻ്റെ യോഗം ക്ലിഫ് ഹൗസിൽ, 11 മണിക്ക് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം രണ്ടാമത്. ഇതൊക്കെ ആയിരുന്നല്ലോ ഷെഡ്യൂള്. ഇതെല്ലാം തെറ്റി 8 മണിയുടെ യോഗം അങ്ങ് കൂടി. 8 മണിയുടെ യോഗം കൂടുകയും അതങ്ങനെ അനന്തമായി പോവുകയും ചെയ്യുന്നു. കാത്തിരിക്കുകയാണ് UDFുകാർ യോഗം ചേരാൻ. എൻ്റെ അപഹാസ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മാണിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു UDFിൻ്റെ ഘടകകക്ഷികൾ, കുറഞ്ഞപക്ഷം ലീഗ്. മാണി കാത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് വരുന്ന സിഗ്നലിന്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് അവിടെയാണ് ഡബിൾ സ്റ്റാൻഡ് എന്നും ഇപ്പോഴും ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കാര്യങ്ങൾ കേരള ജനതയ്ക്ക് പിടികിട്ടിയിട്ടില്ല. വലിയ തോതിൽ അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപഹാസ്യമായ റഹീമിലേക്ക് വരുമ്പോൾ റഹീമിനോട്, കാരണം ഞാൻ ഇവിടെ വസന്ത് സാർ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആനുകൂല്യം, രാഷ്ട്രീയ ആനുകൂല്യം നേടിയെടുത്തതിൻ്റെ വഴികൾ അവിടെ ഉമ്മൻചാണ്ടി തന്നെയാണ്. ഞാനിവിടെ നേരത്തെ താങ്കളോട് പറഞ്ഞല്ലോ, കാരണം അവിടെ പ്രതിപക്ഷ സമരത്തിൻ്റെതായ ഒരുപക്ഷെ പലരും പറയുന്ന യേശാതെ പോയ ആ ഒരു നീക്കങ്ങൾ, അതൊക്കെ പറയുമ്പോഴും വലിയ രീതിയിൽ ആ അന്ന് തുടക്കം മുതൽ ഉമ്മൻചാണ്ടി നേടിയെടുത്ത വലിയൊരു ആർജവം അതൊരു പക്ഷേ മാണിയിലേക്ക് പകർന്നു നൽകുകയായിരുന്നു, സന്നിവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ആ ബൈറ്റ്, ആ ശബ്ദശകലം വീണ്ടും നമ്മൾ ഒന്നുകൂടി കേൾപ്പിക്കുന്നു. പാമോയിൽ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം കഴിഞ്ഞ നാളുകളിൽ. എന്റെ കേസ് എന്താ? പാമോയിൽ കേസ് സെയിം കേസാ. അന്ന് രാജിവെക്കണമെന്ന് ശക്തമായ ആവശ്യം വന്നില്ലേ? എനിക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ പിന്നെ എന്തുണ്ടായി? പാമോയിൽ കേസ് എന്തായിരുന്നു സ്ഥിതി? അത് അന്നും ഇതിനേക്കാൾ രൂക്ഷമായിട്ട് ചിലർ പറഞ്ഞില്ലേ? അപ്പം അന്ന് ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അപ്പം ഇതൊരു സ്വാഭാവിക നടപടിയാണ്. റഹീം കേട്ട് കാണാം. കാരണം മാണി പോലും ഒരുപക്ഷെ ചിന്തിക്കാത്ത രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. കാരണം സെയിം കേസാണ്. അന്ന് ഞാൻ സെയിം കേസായിരുന്നെങ്കിൽ ആ കേസിൽ ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ധാർമ്മികത എന്ന് പറയുന്നത് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ത് അബദ്ധമാകുമായിരുന്നു. KP വിശ്വനാഥൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോട് കാട്ടിയ അനീതിയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ചരിത്രം മറന്നു പോകരുത്. മെഹബൂബ് നഗർ ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹമല്ല വണ്ടി ഓടിച്ചത്, അദ്ദേഹമായിരുന്നല്ലോ ലോക്കോ പൈലറ്റ്. അദ്ദേഹം എന്ത് ചെയ്തു? രാജിക്കത്ത് എഴുതി നെഹ്റുവിൻ്റെ കൈ കൊടുത്തു. നെഹ്റു സ്വീകരിച്ചില്ല. അതേ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ അരിയല്ലൂർ ട്രെയിൻ ദുരന്തം ഉണ്ടായി. വീണ്ടും രാജിസന്നദ്ധ ആവർത്തിച്ചു. വീണ്ടും കൊണ്ടുപോയി നെഹ്റുവിൻ്റെ കൈ കൊടുത്തപ്പോൾ നെഹ്റു ഇത് സ്വീകരിച്ചിട്ട് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് നേരിട്ടോ അല്ലാതെയോ ട്രെയിൻ ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ തുടർച്ചയായി രണ്ടാമത്തെ ദുരന്തമുണ്ടാവുകയും ആദ്യത്തതിൽ തന്നെ അദ്ദേഹം രാജി അറിയിക്കുകയും അത് ഞാൻ സ്വീകരിക്കാതിരിക്കുകയും എന്നാൽ അരിയല്ലൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും രാജി തരികയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ആ രാജി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വവുമില്ല, പക്ഷേ ഞാൻ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം ഉയർത്തിയ ധാർമ്മികതയെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ രാജി സ്വീകരിക്കുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുന്നു, നെഹ്റുവിനെ അങ്ങ് തള്ളിപ്പറയുമോ? മാത്രമല്ല യു പി സർക്കാരിന്റെ കാലത്തേക്ക് ബെൻസിലേക്ക് അടക്കം വരിക, പല എത്രയോ പേർ, സാഹചര്യങ്ങളിലേക്ക് യു എത്രയോ പി പേർ. സർക്കാരിന്റെ കാലത്തിൽ അല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞത് അഴിമതിയുടെയോ ആരോപണത്തിന്റെയോ കോടതി പരാമർശത്തിന്റെയോ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. പ്രജീഷ്, ഇത് അതൊന്നുമല്ല. വകുപ്പ് മന്ത്രി വിമാന അപകടത്തിന്റെ പേരിൽ വ്യോമയാന മന്ത്രിമാർ രാജ്യസന്നദ്ധ അറിയിക്കുകയും രാജിവെക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ട്രെയിൻ മന്ത്രി കോൺഗ്രസിന് നെഹ്റുവിന്റെ കാലത്തെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ പലപ്പോഴും ഈ ധാർമ്മികതയൊന്നും അവർ ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഒരു പക്ഷേ പലരും കേരളം താരതമ്യം ചെയ്യും. എന്നിട്ട് കൂടി സമാന സാഹചര്യങ്ങൾ പോലും രാജിവെച്ച ചരിത്രമാണ് യു പി സർക്കാർ. ഇവിടെ ഉമ്മൻചാണ്ടി നിങ്ങളിപ്പോൾ കാണിച്ച ക്ലിപ്പിങ്ങിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ധാർമ്മികത എന്ന് വാക്ക് പോലും. ഇവിടെ പ്രശ്നം 4.25 വർഷത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം കേരളത്തിൽ അവശേഷിപ്പിച്ചത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യം കെടുത്തി, കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ പുതിയ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി. നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും കീഴ്വഴക്കങ്ങളാണ്, റൂളുകളല്ല. ലിഖിതമായ നിയമങ്ങളെക്കാൾ കീഴ്വഴക്കങ്ങൾ, അത്തരം കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ ധാർമ്മികതയെ പുഷ്ടിപ്പെടുത്തുന്നത്, ധാർമ്മികതയെ നിലനിർത്തുന്നത്. ഈ രാഷ്ട്രീയത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ധാർമ്മികതയെ അപ്പാടെ പൊളിച്ചു കളഞ്ഞു, പുതിയ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി. ആരോപണം ഉയർന്നാൽ രാജിവെക്കേണ്ടതില്ല. ആരോപണം പോയിട്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇ.കെ. നായനാർ കേരളം ഭരിച്ചു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, എൻ്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ ആരെങ്കിലും അഴിമതി ചെയ്താൽ, ആരോപണം ഉയർന്നാൽ 24 മണിക്കൂറിനകം അവർ എൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകും. ഈ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുന്ന ആളാണെന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ്, CPIM-ന്റെ നേതാവ് സഖാവ് ഇ.കെ. നായനാർ. കഴിഞ്ഞ മന്ത്രിസഭയിൽ എത്രയോ അനുഭവങ്ങളുണ്ടായി. ഈ പറയുന്ന ജോസഫ് അദ്ദേഹം പറയുന്ന വിധി പഠിച്ചിട്ട് പറയുന്ന ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു, നിമിഷങ്ങൾക്കകം രാജിവെച്ച് പുറത്തുപോയി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാൻ. ഇതിന്റെ പ്രശ്നം ഇത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ E.T. മുഹമ്മദ് ബഷീർ പോലും എത്ര അശക്തമാകുന്നു. ഇന്നലെ രാത്രിക്ക് ശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ചത് വലിയ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇപ്പോൾ ഇന്നലെ വളരെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ച കോൺഗ്രസിന്റെ ഒരാൾ പോലും ഈ ചർച്ചയ്ക്കൊന്നും വരുന്നില്ലല്ലോ, ആരും പ്രതികരിച്ച് കാണുന്നില്ലല്ലോ. ഇന്ന് രാവിലെ മുതൽ 2 മണിയിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയായി KPCC-യുടെ UDF-ന്റെ ഏറ്റവും പ്രമുഖരായ ഏതെങ്കിലും ഒരാൾ ഔദ്യോഗികമായൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. VM സുധീരൻ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് മാധ്യമപ്രവർത്തകർ ഏതാണ്ട് കരാവോ ചെയ്തു വെച്ച് കാറിൽ കയറാൻ പറ്റാതെ വന്ന് ചോദിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞ് കടന്നുപോയത് ഒഴിച്ചാൽ വേറെ ആരാണ് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം പറഞ്ഞത്? അപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഇത് ഔദാര്യമല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. കോടതി പോലും പറഞ്ഞു, മനോഹരമായ ഭാഷയിൽ കോടതിക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്ന അക്യൂസ്ഡായ ആൾ എങ്ങനെ മന്ത്രിസ്ഥാനത്ത് തുടരും, പറഞ്ഞിട്ടും ഇവിടെ കോൺഗ്രസ്, ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ ആന്റണിയുടെ പ്രതികരണം എന്തേ ഉണ്ടാകുന്നില്ല, സുധീരന്റെ പ്രതികരണം എന്തേ ഉണ്ടാകുന്നില്ല. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഗൺ പോയിന്റിൽ നിർത്തി ശ്രീ KM മാണി വിലപേശുകയാണ്. ഗൺ പോയിന്റിൽ ആ ഒരു വിലപേശലിന്റെ നിമിഷങ്ങളിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. പൂർണ്ണാർത്ഥത്തിൽ എന്തായാലും പ്രശാന്തിയിൽ നിന്നും വലിയ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ചർച്ച ഏത് രീതിയിൽ പോകുന്നു എന്ന് മാധ്യമങ്ങൾക്ക് പോലും വലിയ തോതിൽ വരുന്നില്ല. ബാറുമായി ബന്ധപ്പെട്ട രാജിക്കാര്യത്തിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജീവൻ 1 മണിക്കൂർ മുമ്പ് നൽകിയ വിവരം.